ISR വിവര ശേഖരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജോലിഭാരത്തെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായി ജീവനൊടുക്കുമെന്ന ഓഡിയോ സന്ദേശം അയച്ച BLOയെ റവന്യൂ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി സന്ദർശിച്ചു. അമിത ജോലിഭാരത്താൽ മാനസിക സമ്മർദ്ദത്തിലായ BLO കഴിഞ്ഞ ദിവസമാണ് BLOമാരുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ താൻ ജീവനൊടുക്കുവാൻ പോകുകയാണെന്ന രീതിയിലുള്ള സന്ദേശം അയച്ചത്. മുണ്ടക്കയത്തിന് സമീപമുള്ള BLOയാണ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചാണ് ഈ ജോലി ചെയ്യിക്കുന്നതെന്നും ഈ അടിമപ്പണി ദയവായി നിർത്തണമെന്നുമുള്ള രീതിയിലുള്ള വാട്സാപ്പ് സന്ദേശം ഗ്രൂപ്പിൽ ഇട്ടത്. ഗ്രൂപ്പിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. SIR ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വോട്ടർമാരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇവർക്ക് ഫോം കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഒരാഴ്ചയോളം മെനക്കെട്ട് വീടുകളിൽ കൂടി കൊടുത്തിരിക്കുന്ന ഫോമായിട്ട് അത് ഒരു അക്ഷരം പൂരിപ്പിക്കാതെയാണ് പല വോട്ടർമാരും വരുന്നത്. ഇവരുടെ മൊത്തം ബേസിക് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് 2002 ഇത് വിവരങ്ങളും തപ്പി കണ്ടുപിടിച്ചു കൊടുക്കണം. ഇതിന് കാശ് കിട്ടുന്നില്ല. ഇത് പ്രതിരോധത്തിലാണോ എന്നാണെന്നോ നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള യാതൊരു ഉപകരണങ്ങളും തരുന്നില്ല. ഈ ഇന്റർനെറ്റ് തരുന്നില്ല, മൊബൈൽ ഫോൺ തരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനും നിങ്ങളെ റവന്യൂയിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ ഒന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഞാൻ മട്ടുതട്ടാ പറയുന്നത്, സഹി കെട്ടാ പറയുന്നത്. ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് വന്ന് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല, ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. നാട്ടുകാരുടെ തെറിയേക്കണം, റവന്യൂക്കാരുടെ തെറിയേക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ 1 മിനിറ്റിൽ ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഞാൻ ആത്മഹത്യ, അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIRും ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ISR വിവര ശേഖരണവുമായി ബന്ധപ്പെട്ട് BLOമാർ കടുത്ത മാനസിക സമ്മർദ്ദമാണ് നേരിടുന്നത്. ഓരോ ദിവസവും BLOമാരുടെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് രേഖകൾ പൂരിപ്പിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായി എത്തുന്നത്. വിവര ശേഖരണത്തിനായി ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഇതോടെ പല ഉദ്യോഗസ്ഥരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. പല ദിവസവും ഭക്ഷണം പോലും കഴിക്കുവാൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് BLOമാർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ദയവ് ചെയ്ത് ഈ ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൻ്റെയോ കളക്ടറേറ്റിൻ്റെയോ മുൻപിൽ വന്ന് വിഷം കഴിച്ച് ജീവനെടുക്കുമെന്നും ഉള്ള രീതിയിൽ BLO വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചത്. സന്ദേശം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതോടെ റവന്യൂ ഉദ്യോഗസ്ഥർ BLOയുടെ വീട്ടിലെത്തി BLOയുമായി ഏറെ നേരം ചർച്ച നടത്തി. ഇപ്പോൾ മാനസിക സമ്മർദ്ദം ഒഴിവായതായും ജോലി ചെയ്യുവാൻ ഇദ്ദേഹം തയ്യാറായിട്ടുള്ളതായും കാഞ്ഞിരപ്പള്ളി ഡെപ്യൂട്ടി തഹസിൽദാർ നിജുമോൻ പറഞ്ഞു. BLOയുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് റവന്യൂ സംഘം മടങ്ങിയത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.